ഓരോ ബലിയും രക്ഷാരഹസ്യത്തിൻ പൂർണ്ണമാമനുസ്മരണം. രക്ഷകനേശുവിൻ മരണോത്ഥാനത്തിൻ ഓർമ്മ തന്നാചരണം. ഓർമ്മ തന്നാചരണം. ഓരോ ബലിയും രക്ഷാരഹസ്യത്തിൻ പൂർണ്ണമാമനുസ്മരണം. രക്ഷകനേശുവിൻ മരണോത്ഥാനത്തിൻ ഓർമ്മ തന്നാചരണം. ഓർമ്മ തന്നാചരണം. പങ്കുചേരാമിതിൽ പങ്കുചേരാം, കർത്താവിൻ ബലിയിൽ പങ്കുചേരാം. പങ്കുചേരാമിതിൽ പങ്കുചേരാം, കർത്താവിൻ ബലിയിൽ പങ്കുചേരാം. പാപവിമോചന ദ്രവ്യമായി നാഥൻ സ്വയമേകി കൂദാശയിൽ. പാപവിമോചന ദ്രവ്യമായി നാഥൻ സ്വയമേകി കൂദാശയിൽ. തൻ്റെ ശരീരവും രക്തവും എല്ലാവർക്കും ദാനമായി നൽകിയവൻ. തന്റെ ശരീരവും രക്തവും എല്ലാവർക്കും ദാനമായി നൽകിയവൻ. ആ സ്വയദാനത്തിൻ ഓർമ്മയതല്ലോ കൊണ്ടാടും ഈ ബലിയിൽ. പങ്കുചേരാമിതിൽ പങ്കുചേരാം, കർത്താവിൻ ബലിയിൽ പങ്കുചേരാം. പങ്കുചേരാമിതിൽ പങ്കുചേരാം, കർത്താവിൻ ബലിയിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മിശിഹായേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പരിശുദ്ധ ബലിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് പ്രവേശിക്കാം. മാലാഖമാരും വിശുദ്ധരും എഴുന്നള്ളി വന്നിരിക്കുന്ന ഈ പുണ്യവേദിയിൽ നമ്മളെ തന്നെ എളിമയോടെ നമുക്ക് ചേർത്ത് വയ്ക്കാം. കർത്താവിൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധനായ രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ദീപ്തമായ ഓർമ്മകളാൽ ധന്യമാക്കപ്പെട്ടിരിക്കുന്ന ഈ പുണ്യഭൂമിയിൽ ഈശോയുടെ ബലിയിൽ പങ്കുചേരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവായ ദൈവം എങ്ങനെ മഹത്വപ്പെടുത്തുന്നുവെന്ന് നമ്മൾ ഓർക്കുകയാണ്. വളരെയേറെ പീഡനങ്ങൾ സഹിച്ച് ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഈ മഹാവിശുദ്ധൻ ഇന്ന് അൾത്താരയിൽ വണങ്ങപ്പെടുമ്പോൾ പീഡിപ്പിക്കപ്പെട്ടവർ ഓർമ്മിപ്പിക്കപ്പെടുന്നുവെന്നും പീഡിപ്പിച്ചവർ മൺമറഞ്ഞു പോയുവെന്നും നമുക്കറിയാം. ദൈവത്തിൻ്റെ നീതി നടത്തിപ്പാണിത്. ഒത്തിരി സ്നേഹത്തോടെ ഈ ദിവ്യബലിയിൽ ഷാലോം ചാനലിലൂടെ പങ്കുചേരുന്ന
ഓരോ മക്കളെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ശക്തമായ മാധ്യസ്ഥതയിൽ കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യബലി നമുക്ക് ഒരു അനുഭവമാക്കി പകർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേരുവാൻ നമ്മുടെ നിരവധിയായ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ച് കർത്താവിനോടും സഹോദരരോടും മാപ്പും കാരുണ്യവും യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവേശ്വരൻ നമ്മിൽ കാരുണ്യം തൂകി പാപങ്ങൾക്കെല്ലാം മാപ്പേകി നിത്യമാം ജീവൻ പ്രാപിക്കാൻ സന്തതം നമ്മെ നയിക്കുമാറാകണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ ശാന്തിയുമേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശുക്രിസ്തുവേ.
വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. പിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമീശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ ഉന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ധീരതയുടെ ചൈതന്യം ഞങ്ങൾക്കു നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യന്റെ മഹനീയ മാതൃകയാ ഉദ്ബോധിതരായി മനുഷ്യരെക്കാളുപരി അങ്ങയെ അനുസരിക്കുവാൻ ഞങ്ങൾ പരിശീലിക്കുമാറാകട്ടെ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്,
ഇന്നു ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. മെൽക്കിസദേക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. മെൽക്കിസദേക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. മെൽക്കിസദേക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. കർത്താവ് സിയോനിൽ നിന്ന് നിന്റെ അധികാരത്തിൻ്റെ ചെങ്കോൽ അയക്കും. ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക. മെൽക്കിസദേക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം മടികൂടാതെ തങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കും. ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞെന്ന പോലെ യുവാക്കൾ നിന്റെ അടുത്തേക്ക് വരും. മെൽക്കിസദേക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. കർത്താവ് ശപഥം ചെയ്തു, മെൽക്കിസദേക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു, അതിന് മാറ്റമുണ്ടാവുകയില്ല. മെൽക്കിസദേക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഫരിസേയരും ഉപവസിക്കുമായിരുന്നു. ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു, യോഹന്നാൻ്റെയും ഫരിസേയരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? യേശു പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ? മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാനാവില്ല. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തുന്നിച്ചേർത്ത കഷ്ണം അതിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല.
അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പിളരുകയും വീഞ്ഞും തോൽക്കുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും. പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ തന്നെ വേണം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. മിശിഹായിലേറ്റം വാത്സല്യമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ദീപ്തമായ സ്മരണയിൽ കർത്താവിൻ്റെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നമുക്ക് എന്തൊരു വലിയ മാതൃകയാണ് ഈ പുണ്യവാളൻ നൽകുന്നതെന്ന് ധ്യാനിക്കാം. ഒരു കാര്യം നമ്മളെ അത്ഭുതപ്പെടുത്തണം. എന്തുകൊണ്ടാണ് ഈ കുരിശിൽ കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി കോടാനുകോടി പേർ തങ്ങളുടെ ജീവിതം പുല്ലുപോലെ കരുതിയത്, വലിച്ചെറിഞ്ഞു കളഞ്ഞത്? ആ ഒരൊറ്റ ധ്യാനം മതി ഏകസത്യദൈവമായ ഏകരക്ഷകനായ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാൻ. ചരിത്രത്തിൽ മറ്റാർക്കു വേണ്ടിയും ആരും ഇതുവരെ തങ്ങളുടെ ജീവൻ സമർപ്പിച്ചിട്ടില്ല എന്ന വലിയ സത്യം കൂടെ തിരിച്ചറിയുമ്പോഴാണ് കുരിശിൽ കിടക്കുന്നവൻ്റെ മഹത്വത്തെ, അവൻ ഏക സത്യദൈവമാണെന്ന ആ വലിയ സത്യത്തെ നമ്മൾ ആഴത്തിൽ അനുഭവിക്കുന്നത്. ഇത് സെബസ്ത്യാനോസ് തൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുകയാണ്. അയാളൊരു ലോകത്തിൻ്റെ രാജാവിനെ സേവിച്ചു കൊണ്ടിരുന്നു. അതിനേക്കാൾ എത്ര മഹത്തമമാണ് തനിക്ക് വേണ്ടി ജീവനർപ്പിക്കുവാൻ ഉന്നതങ്ങളിൽ നിന്ന് താഴേക്ക് വന്ന ദൈവത്തിൻ്റെ പുത്രനു വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിക്കുന്നത് എന്ന ചിന്ത അവനെ വേട്ടയാടിയപ്പോൾ മറ്റ് രണ്ടാമതൊരു ചിന്തയ്ക്ക് നിൽക്കാതെ ആ മഹാസത്യത്തിന് ദൈവാത്മാവിനാൽ സമർപ്പിക്കുകയാണ് സെബസ്ത്യാനോസ് ചെയ്തത്. നമുക്കറിയാം, സെബസ്ത്യാനോസ് ഒരു പടയാളിയായിരുന്നു. പടയാളി മാത്രമല്ല, അംഗരക്ഷകനായ പടയാളി കൂടെയായിരുന്നു. അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു കമാൻഡോ, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു SPG ഗ്രൂപ്പിൽപ്പെട്ട സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, പ്രത്യേകമായിട്ട് ട്രെയിൻ ചെയ്തെടുക്കപ്പെട്ട, പരിശീലിപ്പിക്കപ്പെട്ട കമാൻഡോ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പട്ടാളക്കാരനായി. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചു, ധീരതയുണ്ട്. തങ്ങളുടെ ജീവിതം തങ്ങൾ ആരെ സേവിക്കുന്നുവോ അവന് വേണ്ടി കൊടുക്കുവാൻ യാതൊരു മടിയും കാണിക്കാതെ അത്രയേറെ പരിശീലിപ്പിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പുണ്യവാളൻ എന്ന് നമ്മൾ ആദ്യം അറിയുക. അപ്പോഴാണ് ഈശോയെ അറിയുന്നതും അനുഭവിക്കുന്നതും. പിന്നീട് തൻ്റെ ജീവൻ താൻ മനസ്സിലാക്കിയ ഈ സത്യത്തിനു വേണ്ടി സമർപ്പിക്കുന്നതാണ് ഏറ്റവും കരണീയമായ കാര്യം എന്ന ആ വലിയ ബോധ്യത്തിലേക്ക് ഈ മനുഷ്യനെ നയിക്കുകയാണ്. പിന്നീട് മറ്റൊന്നിനും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ എൻ്റെ ജീവിതം ഞാൻ വലിയ കാര്യമായി പരിഗണിക്കുന്നില്ല. എൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം, ഫിലിപ്പിയർ 3:8 നമ്മൾ വായിക്കുന്നു, കൂടുതൽ വിലയുള്ളതാകയാൽ ബാക്കിയെല്ലാം കുപ്പയായിട്ട് ഞാൻ കരുതുകയാണ്. ബാക്കിയെല്ലാം എനിക്ക് നിസ്സാരമാണ്. എൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം, അതിനാണ് വില കൂടുതൽ. ഈ വലിയ സത്യമാണ് സെബസ്ത്യാനോസ് പുണ്യാളൻ ഇന്ന് നമ്മളോട് പറയുന്നത്. എൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം എനിക്ക് കൂടുതൽ വിലയുള്ളതായി എനിക്കത് മനസ്സിലായി, എനിക്കത് വെളിപ്പെടുത്തപ്പെട്ടു. പ്രിയമുള്ളവരെ, ഈശോ പറയുന്നുണ്ട് നിധി കണ്ടെത്തിയ ഒരുവൻ്റെ കാര്യം. നിധി കണ്ടെത്തിയവൻ ബാക്കിയുള്ളതെല്ലാം വിറ്റിട്ട് നിധി അടങ്ങിയിരിക്കുന്ന വയൽ പോയി വാങ്ങുന്നത് പോലെയാണ് ഈശോയെ അറിയുന്ന ഒരുവൻ്റെ അവസ്ഥ. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെടിപ്പ് തോന്നുന്ന, ലോകത്തിൻ്റെ ബാക്കിയെല്ലാം ഒക്കാനം തോന്നുന്ന കാര്യങ്ങളായി ഭവിക്കും.
ബാക്കി എന്തും എത്ര പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞാലും അതിനൊക്കെ 2, 3, 4, 5 സ്ഥാനങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. കർത്താവിന് പ്രഥമ സ്ഥാനം കൊടുക്കും. ഈശോയുടെ ആത്മാവാൽ ഈശോയെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവൻ പോലും അങ്ങനെയാണ്. എത്രയോ പ്രലോഭനങ്ങൾ ലഭിച്ച, ഭൗമികമായ നേട്ടങ്ങളുടെ ഒരുപാട് പ്രലോഭനങ്ങൾ ലഭിക്കുമെന്ന ഉറപ്പ് ലഭിച്ച ഈ വിശുദ്ധൻ അതിനെല്ലാം നിസ്സാരമായിട്ട് കരുതി കടന്നു പോകുന്നതായിട്ട് അവന് മനസ്സിലായി. നിത്യതയിലേക്ക് കണ്ണുറപ്പിച്ചവൻ നിന്നു. ഈശോയുടെ പഠനം അതായിരുന്നു. നിങ്ങൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ നോക്കുന്നത് മാറ്റിയിട്ട് ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇനി ഭൗമിക രാജ്യത്തിൽ നിന്നുള്ള നോട്ടം മാറ്റി സ്വർഗോന്മുഖരായി നിങ്ങൾ ജീവിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നിത്യവസതി അതാണ്. നമ്മൾ സ്വർഗീയ പൗരന്മാരാണ് എന്നാണ് പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല. നമ്മളിവിടെ സന്ദർശനത്തിന് വന്നതാണ്. നമ്മൾ തിരിച്ചു പോവുക തന്നെ ചെയ്യും. അപ്പോൾ നല്ല ഓട്ടമോടി ആ കിരീടം സ്വന്തമാക്കാൻ പാകത്തിന് വേണം ഇവിടെ നിന്ന് തിരിച്ചു പോകാനെന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോസ്തലനായ പൗലോസ്. പ്രിയമുള്ളവരെ, ഈ മഹാവിശുദ്ധൻ്റെ ഓർമ്മ ആചരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി അമ്പെയ്ത്ത് സ്വീകരിച്ച് പിന്നീട് വീണ്ടും തിരിച്ചു വന്ന് ചക്രവർത്തിയോട് ഈ ഏക സത്യത്തെ, താൻ അനുഭവിച്ച പീഡനത്തിലും തന്നെ ചേർത്തു നിർത്തുന്ന, തൻ്റെ ജീവനെപ്പോലും തൃണവൽഗണിക്കാൻ മനസ്സ് കാണിക്കുവാൻ തന്നെ ഒരുക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് അവന് വീണ്ടും ബോധ്യം നൽകാൻ മരിക്കാൻ തന്നെ സന്നദ്ധനായിട്ട് വീണ്ടും രാജകൊട്ടാരത്തിലേക്ക് വരുന്ന ഈ മഹാവിശുദ്ധൻ പിന്നീട് ഗദയടിക്കപ്പെട്ട് ഗദയാൽ തൻ്റെ ജീവിതം കർത്താവിന് സമർപ്പിക്കുവാൻ മഹാഭാഗ്യം ലഭിച്ച ഈ ധന്യാത്മാവിനെ ഓർക്കുമ്പോൾ നമുക്ക് ഇന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, നിനക്ക് വേണ്ടി ഇതുപോലെ ജീവൻ പകുത്തു തരാൻ, ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും നിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കാനുള്ള ഈ സ്ഥൈര്യം, ഈ ധീരത അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളിൽ നിറക്കണമേ എന്ന എളിയ പ്രാർത്ഥന നമ്മുടെ മനസ്സിൻ്റെ പിന്നാമ്പുറത്തുണ്ടാകട്ടെ. നമുക്ക് ഈശോയുടെ ബലി തുടരുമ്പോൾ ഈ ബലിയിൽ നമ്മുടെ നിയോഗമായിട്ട്, ദൈവമേ, ഈ മഹാവിശുദ്ധനെ പോലെ നിനക്ക് ജീവിതത്തിൽ ജീവനേക്കാൾ പ്രാധാന്യം തരുന്ന വ്യക്തിത്വങ്ങളായി ഞങ്ങളെ പരുവപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ ബലി നമുക്ക് തുടരാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു വാക്ക് നാവിൻ തുമ്പിൽ വിരിയുന്നതിനു മുമ്പേ അതറിയുന്ന, ചിന്തകളെ പണ്ടേ അറിഞ്ഞ കർത്തൃസന്നിധിയിൽ നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം നമുക്കിപ്പോൾ സമർപ്പിക്കാം. നല്ല ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുവാൻ അവിടുന്ന് നിയുക്തനാക്കിയിരിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്കും, ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനും, എല്ലാ മെത്രാന്മാർക്കും, വൈദികർക്കും, സന്യസ്തർക്കും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നവചൈതന്യം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ലോകത്തെ ആകെ ഗ്രസിച്ചിരിക്കുന്ന എല്ലാ സാംക്രമിക രോഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ നാടിനെയും ലോകത്തെയും മുഴുവനും മുക്തമാക്കി അവിടുത്തെ സൗഖ്യത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മധ്യേ വ്യാപരിക്കുവാൻ ഇടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അവിടുത്തെ ആത്മചൈതന്യം അയച്ച് വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ ധീരതയോടെ അങ്ങയെ പ്രഘോഷിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആത്മനിറവ് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ സമർപ്പിക്കുന്നു. അവിടുത്തെ സമൃദ്ധി ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളുടെ തൊഴിൽ മേഖലയെ സമ്പന്നമാക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളുടെ യുവതിയുവാക്കളെയും കുഞ്ഞുമക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിഷപ്പകർച്ചയിൽ നിന്ന് അവരെ കാത്തു പരിപാലിക്കണമേ എന്നും എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൗനമായി നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകളെ
തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നീ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ കേൾക്കും, പ്രാർത്ഥിച്ചു തീരുന്നതിന് മുമ്പേ ഞാൻ നിനക്കുത്തരമരുളുമെന്ന് വാത്സല്യപൂർവ്വം ഞങ്ങളോട് അരുളി ചെയ്ത നല്ല ദൈവമേ, ആകാശങ്ങൾ ചായ്ച്ചിറങ്ങി വരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഹോമയാഗമായി അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കുമിള പോൽ ക്ഷണികം ഈ കുഞ്ഞു ജീവിതം, യോഗ്യമല്ലേലും എൻ നാഥനേകുന്നു. കുമിളപ്പോൾ ക്ഷണികം ഈ കുഞ്ഞു ജീവിതം, യോഗ്യമല്ലേലും എൻ നാഥനേകുന്നു. നിറമിഴി പൂക്കളും നിറയുമീ ചഷകവും, നിറമിഴി പൂക്കളും നിറയുമീ ചഷകവും, യാഗമായി ഈ ജീവിതം സ്വീകരിക്കണമേ. കാഴ്ചയായി കാസയിൽ എന്നേകുന്നു, കൈലാസയിൽ എന്നാശകൾ ചേർത്തണയ്ക്കുന്നു. അലിവിൻ കരങ്ങളാൽ സ്വീകരിക്കണമേ. പാലകായി പാപിയെ പുണ്യമാക്കണേ. കോതമ്പുമണി പോൽ അഴുകിത്തീരാൻ, മെഴുകുതിരി പോൽ ഉരുകിത്തീരാൻ. ഗോതമ്പുമണി പോൽ അഴുകിത്തീരാൻ, മെഴുകുതിരി പോൽ ഉരുകിത്തീരാൻ. നിൻ സ്നേഹബലിയിൽ ബലിവസ്തുവായി തിരുമാംസരക്തത്തിൽ അലിഞ്ഞു ചേരാ. യാഗമായി സ്നേഹമായി സ്വീകരിക്കണമേ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. പരമകാരുണികനായ ദൈവമേ, ഈ കാണിക്കകളിൽ അങ്ങേ അനുഗ്രഹാശിസുകൾ ചൊരിയുകയും വിശുദ്ധ സെബാസ്റ്റ്യൻ രക്തം ചിന്തി സാക്ഷ്യം വഹിച്ച വിശ്വാസത്തിൽ ഞങ്ങളെ ദൃഢീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. കർത്താവേ, അങ്ങേക്കു ഞങ്ങളുടെ സ്തുതികൾ ആവശ്യമില്ലെങ്കിലും അങ്ങേക്കു ഞങ്ങൾ നന്ദിയർപ്പിക്കുകയെന്നത് അങ്ങു നൽകിയ വിശിഷ്ടദാനം തന്നെയാണല്ലോ. ഞങ്ങളുടെ സ്തുതിഗീതികൾ അങ്ങയുടെ അനന്ത മഹിമയെ വർദ്ധിപ്പിക്കില്ലെങ്കിലും ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് അവ ഉപകരിക്കുമല്ലോ. ആകയാൽ മാലാഖവൃന്ദങ്ങളോടൊന്നു ചേർന്ന് മഹാപ്രതാപവാന ആയ അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിം പിൻബലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ
പവിത്രമാക്കേണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു, എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും
ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടു കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ
ശാന്തി നൽകണേ, ശാന്തി നൽകണേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കു ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ആഘോഷത്തിൽ ആനന്ദിച്ചുകൊണ്ട് അങ്ങേ സ്വർഗീയ ദാനങ്ങൾ സ്വീകരിച്ച ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യ വിരുന്നിൽ അങ്ങേ പുത്രന്റെ മരണം പ്രഖ്യാപിക്കുന്ന ഞങ്ങളെ വിശുദ്ധരായ രക്തസാക്ഷികളോടൊത്ത് അവിടുത്തെ ഉത്ഥാന മഹത്വത്തിലും പങ്കാളികളാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂക്കുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.